ഹലോ, വെൽക്കം ടു ലൈക്ക് ബഗെയിൻ വില്ല. ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് യാത്രകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. എല്ലാം കൂടെ നമ്മൾക്കത് ഉൾപ്പെടുത്താനാവുമെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം പോകുന്നത് ഡോപ്പിയുടെ പെങ്ങളുടെ ബാങ്കിലേക്കാണ്. അപ്പോൾ ഡയാനയുടെ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോണ വഴിക്ക് നമ്മൾ പോകുമ്പോൾ നോക്കിയ വഴിയരികിൽ നിറച്ച് തണ്ണിമത്തം വന്ന് ചാടിയിട്ടുണ്ട്. സീസൺ ആവുകയാണെന്ന് തോന്നുന്നു. ഈ തണ്ണിമത്തം കണ്ടിട്ട് കുറേ നാളായിട്ടോ. മറ്റത് എപ്പോഴും കാണാം, കറുത്ത നിറത്തിലുള്ളത് എപ്പോഴും കാണാം, ഡാർക്ക് ഗ്രീൻ കളറുള്ളത്. പിന്നെ അതിനുശേഷം ബാങ്കിൽ പോയിട്ട് നമ്മൾ പ്രൈസ്ലെസ്സിൽ പോയി. വിശാലിൻ്റെ ഓപ്പോസിറ്റ്, ചുള്ളിക്കലിലെ വിശാലിൻ്റെ ഓപ്പോസിറ്റാണ് പ്രൈസ്ലെസ്സായിട്ട് ബ്രാൻഡഡ് സർപ്ലസ് ഐറ്റംസ് ഒക്കെ നമുക്ക് നല്ല വില കുറവിൽ കിട്ടും. കഴുത്തിൽ വെച്ചാണ് അളവ് നോക്കുന്നത്. ഒരു ഹാക്കാണ്, കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഉച്ചയൂണൊക്കെ പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. ഡോപ്പി ഞങ്ങളെ വീട്ടിട്ട് മമ്മിയുടെ അടുത്തേക്ക് പോയി കേട്ടോ. ഇതിൻ്റെ പഴയ വീടാണ് കേട്ടോ ഇത്. പഴയ ഞങ്ങളുടെ വീട് ഇതായിരുന്നു. അപ്പോൾ അതിപ്പം എൻ്റെ പേരിലുള്ളതാണ്. അപ്പോൾ നമ്മളത് സെയിലിന് വേണ്ടിയിട്ടൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ, ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്ന ആശ്രമത്തിൻ്റെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിന് ഒരു പ്രസിദ്ധേന്തിയുടെ ഒരു സമൂഹമുണ്ട്, അവരെ പെരുന്നാൾ നടത്തുന്നത്. പക്ഷേ ഇത്തവണത്തെ പ്രസിദ്ധിയായിട്ട് നറുക്ക് വീണേക്കുന്നത് എൻ്റെ കസിനാണ്, ഡാഡിയുടെ ചേട്ടൻ്റെ മോൻ രാജി ചേട്ടനാണ് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് ഇന്ന് പ്രസിദ്ധേന്തിനെ പള്ളിയിലേക്ക് ഇറക്കുന്ന ദിവസമാണ്, വാഴ്ച എന്ന് പറയും. അപ്പോൾ അങ്ങനെ പ്രസിദ്ധേന്തിനെ, അടുത്ത വർഷത്തെ പ്രസിദ്ധേന്തിനെ വാഴിക്കുന്ന ദിവസമാണ്, ബ്ലെസ് ചെയ്യുന്ന ദിവസമാണ്. ഇതാണ് ടെൻസ് ചേച്ചി, ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ പള്ളിയിലെ ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങും. എന്നിട്ട് അവരും അച്ഛനും എല്ലാം കൂടെ വന്നിട്ടാണ് പിന്നെ നമ്മൾ പള്ളിയിലേക്ക് പ്രസിദ്ധേന്തിയായിട്ടുള്ള ചേട്ടനെ കൊണ്ടുപോകുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും തന്നെ അച്ഛൻ വന്നു. ഇതാണ് ഞങ്ങളുടെ അച്ഛൻ, ആശ്രമത്തിലെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ വന്നു. പിന്നെ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ട് പള്ളിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ചെണ്ടക്കാരൊക്കെ വന്നിട്ടോ. ഞാനാണെങ്കിൽ ചെണ്ടക്കാരുടെ ആ ഒരു ചെണ്ടമേളമൊക്കെ എടുക്കാനൊക്കെ ചെന്നപ്പോഴേക്കും അത് കഴിഞ്ഞു പോയായിരുന്നു. അവർ നിർത്തി കളഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം അച്ഛൻ ഇതുപോലെ വില്ലും കഴന്നും അങ്ങനെയാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പം വില്ലും കഴന്നും എടുത്തിട്ട്, ഞങ്ങളുടെ നാട്ടിൽ ഇത് ഭയങ്കര സെൻറ്റ് സെബാസ്റ്റിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നിടത്തല്ല ഇത് വലിയൊരു കാര്യമാണ്, വലിയൊരു സംഭവമാണിത്. പക്ഷേ ഞാൻ എൻ്റെ നാട്ടിൽ ഇവിടെ താമസിക്കുന്ന സമയത്തൊന്നും നേർച്ചയെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്ര കാര്യമായിട്ട് അറിയാത്തത്. അതിനൊക്കെ ശേഷമാണ് ഇവിടെ നിന്ന് നേർച്ചയെടുപ്പും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. ഇതിപ്പോൾ നേർച്ചയെടുപ്പല്ല, പള്ളിയിലെ പ്രസിദ്ധേന്തിനെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ നിത്യസഹായമാത ചാപ്പൽ കേട്ടോ. അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചെണ്ടക്കാർ എന്ന് ഭയങ്കര ചെണ്ടകൊട്ടായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് നേരം അവരെ പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി കേട്ടോ. പള്ളിയിൽ നിന്ന് നേരെ ഞങ്ങൾ അമ്മച്ചിനെ കാണാനാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ബേബിയാൻ്റെ നമ്മുടെ ചേമ്പൊക്കെ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ടേസ്റ്റ് ആയിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ചേമ്പായിരുന്നേ. കുറച്ച് കാന്താരമുളകിൻ്റെ ചമ്മന്തിയും കൂടി വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അമ്മച്ചിയുടെ അടുത്തിരുന്നു. അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം സന്ധ്യയൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാനുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വന്നു, അതൊക്കെ എല്ലാം വാങ്ങി. അപ്പോൾ സാധാരണ ഇവരെയും കൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇവർ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതും വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കും, പെറുക്കി എടുക്കും. പക്ഷേ ഇത്തവണ നല്ല പിള്ളേരായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പർച്ചേസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നാളായി നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ ഈ എഴുപുന്നേ തന്നെ അടുത്തൊരു പൈ കഫേ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ പൈ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ടേസ്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ, ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് എന്നൊന്ന് പോയി നോക്കാമെന്ന് ഞങ്ങളുടെ ഡോപ്പി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൈ കഫേയിൽ പോയി, തൊട്ടടുത്താണ് കേട്ടോ അത്. നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ചില്ല ഗൈസ്. സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ദോശയും ചമ്മന്തിയും സാമ്പാറും കൂടെ ഒരു ലൂബിക്ക അച്ചാർ കേട്ടോ. അതുകൊണ്ട് സ്പെഷ്യലാണ്. പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ദോശ ഐറ്റംസൊക്കെ വേറെ ഉണ്ട് കേട്ടോ. നമ്മളിതാണ് വാങ്ങിയത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് മാത്രമല്ല, വേറൊരു സംഭവം ഉണ്ട്, ഇവിടെ ഭയങ്കര വില കുറവാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. രുചി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്ര വില കുറവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇടയ്ക്ക് പോയി കഴിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ഓക്കെ, അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.